ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിൽ പലരും NTPC എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. NTPCക്ക് പ്രിപ്പയർ ചെയ്യുന്ന പലരും നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഗ്രൂപ്പ് ഡി എക്സാം NTPCയുടെ പ്രിപ്പറേഷൻ തന്നെയാണോ ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനും ആവശ്യമായിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഗ്രൂപ്പ് ഡി വേഴ്സസ് NTPC എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിയുടെ നോ യുവർ എക്സാം വീഡിയോയും നിങ്ങൾ കണ്ടു കാണായിരിക്കും, എന്തൊക്കെയാണ് ഗ്രൂപ്പ് ഡിക്ക് അത് ചോദിക്കുന്നതെന്നുള്ളത്. ഗ്രൂപ്പ് ഡി എക്സാമും NTPC എക്സാമും തമ്മിൽ കഴിഞ്ഞ എക്സാംസിൻ്റെ സാഹചര്യത്തിൽ 2019 ലാസ്റ്റ് ഗ്രൂപ്പ് ഡി എക്സാം കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. NTPCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഈ രണ്ട് നോട്ടിഫിക്കേഷൻ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. എക്സാമ്പിൾ മാത്സിനും റീസണിങ്ങിനും ഗ്രൂപ്പ് ഡിക്കും NTPCക്കും സിമിലർ സിലബസ് ആണ്. ഇനി ജനറൽ അവയർനെസ്സിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ NTPCക്ക് വളരെ ഇലാബറേറ്റ് ആയിട്ടുള്ള സിലബസ് ആണുള്ളത്. നേരെ മറിച്ച് ഗ്രൂപ്പ് ഡിക്ക് ഒരു ചെറിയ സിലബസ് ആണ് ജനറൽ അവയർനെസ്സിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഏകദേശം നമ്മുടെ ALPയുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിൻ്റെ സിലബസിനോടും ടെക്നീഷ്യൻ ഗ്രേഡ് 3 എക്സാമിൻ്റെ സിലബസിനോടും ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു സിലബസാണ് ഗ്രൂപ്പ് ഡിക്കും ജനറൽ അവയർനെസ്സിൻ്റെ കാര്യത്തിനകത്തുള്ളത്. ഗ്രൂപ്പ് ഡിക്ക് എക്സ്ട്രാ ഒരു വിഷയം കൂടിയുണ്ട്, ജനറൽ സയൻസ് എന്ന് പറയുന്നത്. പക്ഷേ ജനറൽ സയൻസ് NTPCക്ക് ഇല്ല എന്നാണോ അതിനർത്ഥം? അല്ല. ജനറൽ അവയർനെസ് എന്ന് പറയുന്ന NTPCയുടെ ജനറൽ അവയർനെസ്സിൻ്റെ സിലബസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്താണ് ജനറൽ സയൻസ് കൊടുത്തിരിക്കുന്നത്. NTPCയുടെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്ത് ചോദിച്ചിട്ടുണ്ട്? സയൻസ് ചോദിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ NTPCക്കും ഗ്രൂപ്പ് ഡിക്കും സിമിലാരിറ്റീസ് ഒരുപാടുണ്ട്. NTPC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് ഡി എക്സാം ക്രാക്ക് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ NTPCയുടെയും ഗ്രൂപ്പ് ഡിയുടെയും ഈ സിമിലാരിറ്റീസ് മനസ്സിലാക്കിക്കൊണ്ട് സ്കോർ ടീം നിങ്ങൾക്ക് വേണ്ടി NTPC പ്ലസ് ഗ്രൂപ്പ് ഡി ഒരു ബണ്ടിൽ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലേക്കുള്ള അഡ്മിഷൻ ഓൾറെഡി ഓപ്പൺ ആണ്. പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങുക. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക. ഫർദർ എൻക്വയറീസിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.